ഗുഡ് ഈവനിങ് എവരി വൺ. IMS ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവസാന ബാച്ചായ ക്രാഷ് ബാച്ച് അതിന്റെ ആദ്യത്തെ ദിവസം എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് എങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാകണം. ഇതുവരെയും നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഒരു അവസരം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. 4 ബാച്ചുകളുടെ ക്ലാസ്സുകൾ ഇപ്പോൾ റെഗുലറായി നൽകി വരുന്നു. ഇപ്പോ ലാസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2000-ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്ക്ലെറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ ഇപ്പോ ഇതിലൂടെ ഇനി അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ അത് ആദ്യം നൽകും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. തികച്ചും ഓൺലൈനും അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ഒരു സെഷൻസ് ആയിരിക്കും ഈ ഒരു ബാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തന്നെ റെക്കോർഡ് വീഡിയോസ് പിന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഇതുവരെയും ഒന്നും പഠിക്കാതെ, അതായത് വേറെ ജോലിയുള്ളവരാകാം, അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുള്ളവരൊക്കെ ആവാം, അവർക്ക് ഇതുവരെയും ഇതിനു വേണ്ടിയിട്ട് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നമ്മളിനി ഏകദേശം 1 മാസം ഇല്ല എങ്കിൽ പോലും ഈ സിലബസിൽ വരുന്ന ഏകദേശ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സെഷൻസിലൂടെ, അതായത് ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം 60ഓളം ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ് 1.5 hour ആയിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൻ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്ക് അവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ തിയറി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെയും തിയറി മാത്രം പഠിച്ച് പ്രോബ്ലംസ് നോക്കാത്തവർക്ക് തിയറിയിലൂടെ പ്രോബ്ലംസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 2 തരത്തിലാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിലുള്ള ഒരു ഡിസ്കഷൻ വിത്ത് റിവിഷൻ. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ പ്രയോജനകരമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല, IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലൂടെ കൊല്ലം ജില്ലയിൽ നിന്നും ജോലിയിൽ പ്രവേശിച്ച് ഇന്നാളുകളിൽ ലീവ് എടുത്തതിന് ശേഷം കാര്യവട്ടം ക്യാമ്പസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന സ്നേഹമുള്ള ആതിര TS ഈ മീറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാം. അവരുടെ ആ ഒരു ഹാർഡ് വർക്ക് അവർ ഷെയർ ചെയ്യും. മാത്രമല്ല, നമ്മുടെ IMS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ വിപിൻ സാറ് നിങ്ങളോടൊപ്പം ഈ മീറ്റിലുണ്ട്. സാറിന്റെ എക്സ്പീരിയൻസ് പറയും. സാർ ഇന്നാളുകളിൽ റിസർച്ച് ഓഫീസറിന്റെ അടുത്ത അഡ്വൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സാറ് ഇപ്പോ നിങ്ങളോട് സംസാരിക്കും. ഞാൻ മൈക്ക് സാറിന് കൈമാറും. ഓക്കെ, താങ്ക് യു സാർ. നമ്മള് ഇന്നിപ്പം നമ്മളിവിടെ ഒരു മീറ്റിംഗ് ആയിട്ട് വന്നേക്കുന്നത് തന്നെ നമ്മളൊരു ക്രാഷ് കോഴ്സ്, നമുക്ക് ജൂലൈ 9-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് ആണ് ഇത്. ഒരു ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ച് നിങ്ങൾക്ക് പറ്റും. അതായത് നമ്മൾ ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബാച്ചാണ് ഈ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏകദേശം 2000-ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 2000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിന്റെ ആൻസർ പറഞ്ഞ് പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു തിയറി, അതായത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതും കൂടെ പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പം അതും നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനിയുള്ള ഒരു 10-25 ദിവസം നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വരുന്ന ഒരു 25 ദിവസം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എല്ലാ തിരക്കുകളും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് വേണം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതിൽ തന്നെ ഉള്ളവർക്ക് പലർക്കും അറിയാം, നമുക്കൊരു മെയ് 10-ന് ശേഷമൊക്കെ നമുക്ക് വന്നിട്ടുള്ള ആൾക്കും നമ്മൾ അഡ്മിഷൻ കൊടുത്തിട്ടില്ല. കാരണം
നമ്മൾ പിന്നീട് നമ്മുടെ റെഗുലർ ബാച്ചുകളിലൊന്നും ഇത് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ചിനെ പറ്റി ഇത് ചെയ്തതും. നന്നായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബാച്ചാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ്, അല്ലെങ്കിൽ നമുക്കൊരു അവസാന ചാൻസ് പോലെയുള്ള ബാച്ചാണ്. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ എത്രത്തോളം നിങ്ങളുടെ ഒരു മാക്സിമം കഴിവ് ഇപ്പോഴാണ് നിങ്ങൾ കാണിക്കാനുള്ളത്. അതായത് ഈ ഒരു 25 ദിവസമാണ് നിങ്ങളുടെ കരിയറിലെ നിങ്ങളുടെ ഒരു ജോലിയാണ് നിശ്ചയിക്കുന്നത്. ഇപ്പം ഇത് നമ്മുടെ മീറ്റിൽ തന്നെ നമ്മുടെ പഴയ സ്റ്റുഡൻസും പുതിയ സ്റ്റുഡൻസും ഒത്തിരി പേരുണ്ടാവാം. അപ്പം നിങ്ങളുടെ അടുത്ത് എല്ലാം പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്ത് പഠിച്ചെങ്കിലും, അതായത് നമ്മളിപ്പം ഡിഗ്രി കഴിഞ്ഞു, അതിനുശേഷം PG കഴിഞ്ഞു, എല്ലാത്തിനും നമ്മളിനി എന്താണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഈ ഒരു 25 ദിവസം, അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു 25 ദിവസം നമ്മളെ വർക്കിംഗ് ആണ്. നമ്മൾ ഇനിയുള്ള 25 വർഷത്തെ നമ്മളെ സർവീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ 25 അല്ല, അതിലൊക്കെ ഏജ് ഒരുപാട് ഇതുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അത്രയും 25 വർഷങ്ങൾക്ക് മുകളിലുള്ള ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഏറ്റവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഇത് നമ്മൾ മാക്സിമം എഫർട്ട് എടുത്ത് പഠിക്കുക, അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്രാഷ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഒരു മാരത്തോൺ ക്വസ്റ്റ്യൻ സെക്ഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. കാരണം ഇപ്പം 15-ാം തീയതി 16-ാം തീയതി ഒക്കെ മാത്രമേ നമുക്ക് ഓരോ ക്ലാസ് വെച്ചിട്ട് വരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ക്ലാസ്സുകളുടെ എണ്ണം കൂടിയിട്ട് ഒരു ദിവസം 2 ക്ലാസ്സുകളൊക്കെ വെച്ചാണ് വരുന്നത്. ഇടയ്ക്കൊക്കെ മാത്രം ഒരു ക്ലാസ് ഉള്ള ദിവസങ്ങളും ഉണ്ടാവാം. പക്ഷെ ആ ദിവസം നമ്മളൊരു 2-3 മണിക്കൂർ മൊത്തം ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3 മണിക്കൂർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം, പകൽ സമയം നമുക്ക് ഫുള്ള് ടൈം ഉണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് അത് ഒന്നും കൂടി ഇരുന്ന് വായിച്ചു നോക്കാം. അതിന്റെ തിയറികളും കാര്യങ്ങളും ഒക്കെ ക്ലാസ് വീണ്ടും കേൾക്കുകയൊക്കെ ചെയ്ത് നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്യാം. തൊട്ടടുത്ത ദിവസം ക്ലാസ് ഉണ്ടാവും. ഇതിനകത്ത് അവധി വരത്തില്ല, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്തതിനു ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാം, അതിന് മുമ്പത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കിയതിനു ശേഷം ഇത് ചെയ്യാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ജൂലൈയിലേക്ക് കടക്കുമ്പോൾ തന്നെ, ജൂലൈ ഒരു 4-ഓ 5-ഓ ഒക്കെ ആവുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഇത് കംപ്ലീറ്റ് ഏകദേശം ഒരു ഇതാവും. അപ്പോഴേക്കും നിങ്ങൾക്കൊരു നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ആ ഒരു എക്സാം ഇതിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് തന്നെയായിരിക്കും വരുന്നത്. അതുപോലെ നമ്മൾ നിങ്ങളുടെ എക്സാമിന്റെ ടൈം നോക്കിയിട്ട് ഏകദേശം ആ ഒരു ടൈമിങ്ങിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന ക്ലാസ്സുകൾക്കുള്ള രീതിയിലൊക്കെ നമ്മൾ പിന്നീട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, തയ്യാറാവുക. ഞാൻ വീണ്ടും പറയുന്നത്, വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ സമയമില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ബാച്ച് ജോയിൻ ചെയ്യണ്ട. വെറുതെ നിങ്ങൾ വന്നിട്ട് എന്താണ് കുറച്ച് ആ ക്വസ്റ്റ്യൻസും ആൻസറും കിട്ടുമെന്നും പറഞ്ഞ് വെറുതെ അത് നോക്കുക, അങ്ങനെയല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിന്റെ റെക്കോർഡ് കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ മീറ്റിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് കൊല്ലം ജില്ലയിൽ 6ാമത്തെ റാങ്ക് മേടിച്ച ആതിര എന്ന് പറയുന്ന കാൻഡിഡേറ്റ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള നിങ്ങളുടെ സംശയങ്ങളും അങ്ങനത്തെ ആകുലതകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളിപ്പം ചിലപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടൊക്കെ ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. ഒത്തിരി പേര് ഗസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവാം. എല്ലാവർക്കും റിസർച്ച് ചെയ്യുന്നവരുണ്ടാവും. എല്ലാവർക്കും നമ്മൾ എന്താണ് അൾട്ടിമേറ്റ്ലി നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്താണ് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ജോലി ആയിരിക്കും, അല്ലെങ്കിൽ അടുത്തൊരു ജോലി ആയിരിക്കും. എന്തായാലും നമുക്ക് എന്താണ്, നമുക്ക് ഇപ്പൊ ഈ ഒരു ഇത് വേണം. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഈ മീറ്റിൽ വരുന്നതും എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള എക്സാമിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതൊക്കെ. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു 3 വർഷത്തേക്ക് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന എക്സാം ഇല്ല. അതൊന്നും കൂടെ നമ്മൾ ആലോചിക്കുക. കാരണം ആ 3 വർഷം പിന്നെ നമുക്ക് ഒന്നുമില്ല. 3 വർഷത്തിന് ശേഷം വരുന്ന ഇൻവെസ്റ്റിഗേറ്റർ എക്സാം എത്രത്തോളം ഒഴിവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ ഒരു ജോബ് ആ സമയത്തിന് വേറെ
ഈ ഒരു ക്വാളിഫിക്കേഷനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുമോ, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ റീസൺ വേറൊന്നുമല്ല. ഇപ്പം ഇതിൽ പലർക്കും അറിയായിരിക്കും, ഇപ്പം ഡിഗ്രിയുടെ ഒക്കെ ഇതെന്ന് പറയുന്നത് നേരത്തെ 3 വർഷത്തെ ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ അത് മാറ്റിയതിനു ശേഷം എന്താണ് 4 വർഷത്തെ FIUGP പ്രോഗ്രാം എന്ന് പറയുന്ന പുതിയ ഇതൊക്കെയാണ്. അപ്പൊ അതിനകത്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്ര ക്രെഡിറ്റ് പഠിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണും കാര്യങ്ങളും എല്ലാം മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നേന്ന് ഈ ഓരോ മൊഡ്യൂളായിട്ട് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്താണ് ഒരു മൊഡ്യൂൾ എടുത്തിട്ട് ആ മൊഡ്യൂളിനെ പറ്റിയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പാണ്, നമ്മൾ 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ തന്നെ വരാൻ പറ്റും. കാരണം നമ്മൾ 80 മാർക്കിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഏരിയ കവർ ചെയ്ത് നോക്കണം. എല്ലാ ഏരിയയും നമ്മൾ ഈ ടോപ്പിക്സിനകത്തുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓൾറെഡി കൊല്ലം ജില്ലയിൽ ഏറ്റവും ടോപ്പ് റാങ്കിലെത്തിയ ആതിര ചേച്ചി നമ്മുടെ മീറ്റിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ബാച്ചിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ്സുകളെ പറ്റിയിട്ടോ അതിന്റെ ടൈമിങ്ങിനെ പറ്റിയിട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമേ. സർ, നമ്മൾ ഓരോ ദിവസം ഓരോ മൊഡ്യൂൾ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? അതെ, നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിരിക്കും. അതിൽ ചില മൊഡ്യൂളുകൾക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് പോരാതെ വരും. അപ്പൊ ആ മൊഡ്യൂളുകൾക്ക് നമ്മൾ അത്രയും ക്ലാസ്സുകൾ തന്നെ എടുക്കും. ചില മൊഡ്യൂളുകൾ ചിലപ്പോൾ ചെറിയ മൊഡ്യൂളും സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളുകളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചില മൊഡ്യൂളുകളിൽ ഇപ്പം നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള അത്ര സാധനങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാറുള്ളതേ ഉള്ളൂ. അതേസമയം നമ്മൾ ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഫസ്റ്റ് മൊഡ്യൂളുകളൊക്കെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തിയറി ഒക്കെ പോലെ മൊഡ്യൂളുകൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അത് 1-2 ക്ലാസ്സുകളൊക്കെ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ 2 അതിലധികമോ ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആണ് ചെയ്യുന്നത്. ഏത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ നിങ്ങളെ ഇൻഫോം ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്കത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളും കൂടെ ആ മൊഡ്യൂൾ ജസ്റ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തിട്ട് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ നോട്ട് നമുക്ക് സെപ്പറേറ്റ് തരുമോ സാർ? ഇല്ല, നോട്ട്സ് ഉണ്ടാവത്തില്ല. നോട്ട്സ് നമ്മൾ ക്രാഷ് ബാച്ച് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ക്രാഷ് ബാച്ചുകാർക്ക് നമ്മൾ നോട്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ് നമുക്ക് വരുന്നത്. ഏകദേശം 2000-ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവും. അതിന്റെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സും അതിന്റെ റെക്കോർഡഡ് വീഡിയോസും ആണ് ഉണ്ടാവുക. അത് നോട്ട്സ് ആയിട്ട് ഉള്ള ഇതുണ്ടാവത്തില്ല. അതിന്റെ ആൻസർ കീ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ആൻസർ കീ എല്ലാം ഉണ്ടാവും, പക്ഷെ നോട്ട്സ് ഉണ്ടാവത്തില്ല. ഒരു മൊഡ്യൂളിന്റെ നോട്ട്സ് ഉണ്ടാവത്തില്ല. ക്ലാസിന്റെ ടൈമിംഗ് എപ്പോഴാണെന്ന് പറയാമോ? നമുക്കുള്ള ക്ലാസിന്റെ ടൈമിംഗ് വന്നിട്ട് നമുക്കിപ്പം സാധാ ഒരു ക്ലാസ്സേ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 7 മണി മുതൽ 8:30 വരെ ആയിരിക്കും നമുക്ക് ക്ലാസ് വരുന്നത്.
2 ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ 6 to 7:30യും അതിനുശേഷം 8 to 9:30യും ആയിരിക്കും മിക്കവാറും കാണുക. പിന്നെ എന്തെങ്കിലും ഇതായിട്ട് വരുന്ന എന്തെങ്കിലും അത്യാവശ്യമോ അല്ലാതെ, അതായത് അത്യാവശ്യം മീൻസ് അങ്ങനെയൊക്കെ അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നെങ്കിൽ മാത്രം 7 to 8:30യും 9 മണി മുതൽ 10 മണി വരെയും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. മിക്കവാറും ക്ലാസ്സുകളെല്ലാം 6 to 7:30യും 8 to 9:30യും ആണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ വരുന്ന 2 ക്ലാസ്സുകൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ലൈവായിട്ട് കാണാൻ പറ്റുന്ന റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തോ അങ്ങനെ? അല്ല, റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവിലേക്കുള്ള അക്സസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ലൈവായിട്ട് ക്ലാസ് ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവും ഉണ്ടാവും, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് മാക്സിമം നിങ്ങൾ ലൈവ് തന്നെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് കാരണം നമ്മളൊരു റെക്കോർഡ് കേൾക്കുക എന്നുള്ളതല്ല. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ തിയറി പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് അപ്പൊ തന്നെ ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റും. ഏത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടാവും. ക്രാഷ് കോഴ്സിന്റെ ഫീ എങ്ങനെയാ? നമ്മുടെ ക്രാഷ് കോഴ്സിന് നമുക്ക് ടോട്ടൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1900 ആണ് വരുന്നത്. 1900 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. 1900 രൂപയാണ് വരുന്നത്. നമുക്ക് ലൈവ് ക്ലാസ്സുകളും കിട്ടും, അതിന്റെ റെക്കോർഡ് വീഡിയോസും കിട്ടും. അതുപോലെ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു പക്ക ക്രാഷ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ക്രാഷ് ബാച്ച് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ മറ്റ് ക്ലാസ് ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി പോർഷൻസ് ബാക്കി ഇതിന്റെ കൂടെ തന്നെ വേറെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമോ? അവർക്ക് ഈ വിധമായിട്ട് അങ്ങനെ ഇതില്ല. ഓൾറെഡി പഴയ ബാച്ചുകാർക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ക്ലാസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അത് അവിടെ കണ്ടിന്യൂ ചെയ്യും. അവർക്ക് പഴയ ബാച്ചുകാർക്കെല്ലാം ഈ ക്രാഷ് കോഴ്സും അവർക്ക് അവൈലബിൾ ആണ്. അവർക്ക് അല്ലാതെ നോട്ട്സ് കാര്യങ്ങൾ, എല്ലാ ടോപ്പിക്സിന്റെയും നോട്ട്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അവർക്ക് എങ്ങനെയാണോ നേരത്തെ കണ്ടിന്യൂ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ്. പഴയ ബാച്ചുകാർക്ക് എങ്ങനെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർക്ക് ഈ ക്രാഷ് കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് അതനുസരിച്ചിട്ടായിരിക്കും ക്ലാസ് ടൈമിങ് വരുന്നത്. അവർക്കിപ്പോ ക്ലാസ് ഉള്ള സമയത്താണെങ്കിൽ ആ സമയത്ത് ക്രാഷിന്റെ ക്ലാസ് ആ സമയത്ത് ഉണ്ടാവില്ല. ഇതൊരു സെപ്പറേറ്റ് ബാച്ച് ആയിട്ടുള്ളതാണ് ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. മറ്റ് പഴയ ബാച്ചുകാരുമായിട്ടുള്ളതിനകത്ത് ഇതില്ല. ഈ ക്ലാസിന്റെ ലിങ്ക് ഒക്കെ എങ്ങനെ? ഇനി വേറെ ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് അങ്ങനെയാണോ? അല്ല അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് മെയിൽ കിട്ടുകയാണ് ചെയ്യുന്നത്. മെയിൽ വരെ ആയിരിക്കും ചെയ്യുന്നത് ക്ലാസിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം. നിങ്ങൾക്കുള്ള മെയിൽ ചെക്ക് ചെയ്താൽ മതി. ക്ലാസ് തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് മെയിൽ വരും. അല്ല, ഇപ്പൊ ക്ലാസ്സിന്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഗ്രൂപ്പിൽ ഇടുമെന്ന് അത് പറയുന്നത്? ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ക്രാഷ് ബാച്ചിന്റെ കാര്യവും എല്ലാം ഗ്രൂപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെസ്സേജ് ഇടും. ആ ജനറൽ ഗ്രൂപ്പിൽ ഇത് ചെയ്താൽ മതി. അതിനകത്ത് എല്ലാവർക്കും മെസ്സേജ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടും. സാർ, അപ്പൊ നാളെ കോമേഴ്സ് ആണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെയാണോ ഏത് മൊഡ്യൂളാന്നുള്ളത്? അതാത് ദിവസം തന്നെയായിരിക്കുമോ അത് പറയാ ഏത് മൊഡ്യൂളാന്നുള്ളത്? അത് തലേദിവസം പറയും? നോർമലി അത് തലേ ദിവസമാണ് പറയുന്നത്. ഇപ്പം നാളെയാണ് ഫസ്റ്റ് ക്ലാസ് നമുക്ക് വരുന്നത്. കൊമേഴ്സിന്റെ ക്ലാസ് ആണ് വരുന്നത്. അത് ഫസ്റ്റ് മൊഡ്യൂൾ ആയിരിക്കും നമ്മുടെ ഡിസ്കഷനിൽ വരുന്നത്. നാളെയാണ് ഫസ്റ്റ് ക്ലാസ് കൊമേഴ്സ് ആണ്. ക്ലാസ്സിന്റെ ടൈം വന്നിട്ട് 7 മണി മുതൽ 8 മണിയാണ് വരുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പം ജോയിൻ ചെയ്തതല്ലേ, അതുകൊണ്ട് ചോദിക്കുവാണേ, എല്ലാ ക്ലാസ്സും ലൈവ് ആണോ?
റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ എന്തെങ്കിലും രീതി ചെയ്യാൻ പറ്റുമോ? ലൈവ് ഇതിപ്പോ ക്ലാസ് ലൈവ് റെക്കോർഡഡ് ആണ്. ഇപ്പോ റെക്കോർഡഡ് നമ്മള് കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യാറില്ല. കാരണം എന്ന് പറയുന്നത് കുട്ടികള് ലൈവിൽ കയറി തന്നെ അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകണമെന്നാണ് നമ്മളെ IMS ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡൗട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ബൈഹാർട്ട് ചെയ്ത് PSCക്ക് പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. മറ്റ് PSC എക്സാം പോലെ അല്ല ഇത്. കാരണം നമ്മൾ 4 സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ പരസ്പരം മറ്റ് സ്ട്രീമുകൾ നമുക്ക് അറിയാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ ഡൗട്ട് അപ്പോൾ തന്നെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇൻ കേസ് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ വേറെ എക്സാംസ് ഉണ്ടാകും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളൊക്കെ കാരണം ചിലപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നാൽ നിങ്ങൾക്ക് റെക്കോർഡ് ആശ്രയിക്കാം. പിന്നെ വീണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പറ്റുന്ന ക്ലാസ്സുകളൊക്കെ ലൈവ് തന്നെ കയറാൻ ശ്രമിക്കുക. നമ്മളത് കൂടുതൽ എന്റർടൈൻ ചെയ്യുന്നില്ല. ഇപ്പൊ 4 ബാച്ചിലും അങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ക്രാഷിന്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മളൊരു നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഒരു സൊല്യൂഷനാണ്. അതായത് അത് എങ്ങനെ എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു മാത്തമാറ്റിക്സിന്റെ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന അതിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എത്ര മെട്രിക്സ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് മെട്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡയഗണൽ ഫോമിലേക്ക് 1 ബാക്കിയൊക്കെ 0 ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുള്ളത് പല വ്യക്തികൾക്കും അറിയില്ല. അപ്പൊ അത് ആണ് നമ്മൾ ഈ ഒരു ക്രാഷിലൂടെ സോൾവ് ചെയ്യാൻ മാക്സിമം നോക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന സൊല്യൂഷൻസ് അത് ഏതൊക്കെ പ്രോബ്ലംസിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ബാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ IMSൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരായിരിക്കാം. അപ്പൊ എല്ലാവർക്കും അതൊരു പ്രയോജനകരമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാരത്തോൺ എന്നുള്ള ഒരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയുള്ള ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് വരിക എന്നുള്ളതാണ്. കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തന്നെ പല ജില്ലകളിലും IMSന് ഫസ്റ്റ് റാങ്കുകളൊക്കെ നേടുവാൻ സാധിച്ചതും ലാസ്റ്റ് നടന്ന റിവിഷൻ ക്ലാസ്സുകളും ഇതുപോലുള്ള പല സ്ട്രാറ്റജിയിലൂടെയൊക്കെയാണ്. ക്ലിയർ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ആണ് ഇനി പഠിക്കേണ്ടത്. കാരണം 1 മാസം പോലും നമ്മുടെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ട്. ക്ലിയർ. സാർ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു പ്രാവശ്യം ഈ എക്സാം വന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാകും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോ ഇപ്പൊ മൈനേഴ്സ് മേജർ എന്നൊക്കെ പറഞ്ഞ് പേപ്പറുകളാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ മൈനറായിട്ട് എടുത്ത ഒരു BA എക്കണോമിക്സ് കാരന് മാത്രമല്ല, ഇപ്പൊ ഹിസ്റ്ററി എടുത്ത ഒരു വ്യക്തി മേജറായിട്ട് എടുത്തു, അവര് മൈനർ സ്റ്റാറ്റിസ്റ്റിക്സ് ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കും എഴുതാം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വളരെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോ നിങ്ങൾക്കൊരു വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ അത് നന്നായി അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത്തരത്തിലൊക്കെ കഴിഞ്ഞ ബാച്ചിലൂടെ ജോലിയിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണ് ആതിര എന്ന് പറയുന്നത്. ആതിര നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കും. അതിനുവേണ്ടി ആതിരയെ ക്ഷണിക്കുന്നു. ഹലോ, എൻ്റെ പേര് ആതിര. കേൾക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിൽ കൊല്ലം ജില്ലയിൽ നിന്ന് 6ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. IMSലായിരുന്നു ഞാൻ പഠിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കുന്ന ഒരു സ്ട്രാറ്റജിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പ്രിൻസ് പറഞ്ഞ പോലെ തന്നെ 4 സ്ട്രീമുണ്ട്. അപ്പോഴ് പ്ലസ് GK അങ്ങനെ മൊത്തം ഒരു 5 സ്ട്രീം അങ്ങനെ ഉണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ 4+1 5 സ്ട്രീമിൽ നിന്നും എല്ലാ ഏരിയാസും കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു
അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. അപ്പം അങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, അത്രയും നല്ലത്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പോർഷൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇത്രയും ഉണ്ടല്ലോ എന്നൊന്നും ഓർത്തൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്ന സബ്ജക്റ്റ്, അതായത് 2-3 ഏരിയാസ്, അത് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അതിപ്പം നിങ്ങൾ ഡിഗ്രിക്കോ PGക്കോ പഠിച്ച സബ്ജക്ട് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നു വരുവാണ്. മാത്സോ സ്റ്റാറ്റോ ഒക്കെ പഠിച്ചിട്ട് ഗ്യാപ്പ് വന്ന ആൾക്കാരൊക്കെ ചിലപ്പം അത് അവരുടെ സബ്ജക്ട് പഠിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കൊമേഴ്സോ GKയോ എക്കണോമിക്സോ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 2-3 ഏരിയാസ് നന്നായി വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ളതിന്റെ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉള്ളത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഈ സാധാരണ നേരത്തെ ഇവർ പറഞ്ഞ പോലെ തന്നെ ജനറൽ PSC പോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് കാണുന്ന ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോഴത്തേക്കും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ കൂടെ റിവൈസും കൂടെ ചെയ്ത് പോകണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ എത്ര തിയറിയും പാർട്ടും എല്ലാം അറിയാമെങ്കിലും ഒരു എസ്സേ എഴുതുക അങ്ങനെയല്ലല്ലോ, സബ്ജക്റ്റ് ടൈപ്പ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് MCQs വർക്ക്ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് അപ്പൊ എല്ലാ ഏരിയാസിൽ നിന്നും, അപ്പൊ മാക്സും സ്റ്റാറ്റും അങ്ങനെ മാത്രമല്ല, ഇവൻ എക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും വർക്ക്ഔട്ട് ചെയ്യുക, അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഞാനീ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞ റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അത് റിസർച്ച് ഓഫീസറുടെ എക്സാമിന് എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ കൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയത്. കാരണം അതിന് വേണ്ടിയിട്ട് ഞാൻ PG സ്റ്റാറ്റും ഡിഗ്രി മാത്സും അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എക്കണോമിക്സ് ഒന്നും അധികം ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്റെ സബ്ജക്ട് വിട്ട് എക്കണോമിക്സ് ഒക്കെ ആയിരുന്നു കൂടുതൽ അന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ GKയും ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളല്ലായിരുന്നു. പക്ഷെ അത് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് അബദ്ധം മനസ്സിലായി. കാരണം കുറച്ച് മാത്സും സ്റ്റാറ്റും കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ ഒരു നല്ലൊരു സ്കോർ എത്താമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. റാങ്ക് ലിസ്റ്റിലുണ്ട്, പക്ഷെ ഒരു ബാക്കിലോട്ടാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിനെ പ്രിപ്പയർ ചെയ്തത്. അപ്പോഴും ഞാൻ കൂടുതൽ എനിക്ക് പറ്റുന്ന സബ്ജക്ട് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. സ്റ്റാറ്റും മാത്സും അത് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. പിന്നെ മറ്റേത് നോക്കിയില്ല എന്നല്ല, മറ്റേത് നോക്കിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സും കൊമേഴ്സ് എനിക്ക് അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റിയായിരുന്നു, കൊമേഴ്സ്. പിന്നെ എക്കണോമിക്സ് എന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അത്രത്തോളം എനിക്ക് പറ്റുന്ന കാര്യമല്ലായിരുന്നു. കൊമേഴ്സ് കിട്ടിയായിരുന്നു. GKയും കുറച്ച് റിനൈൻസൻസും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ് അതൊക്കെ കുറച്ച് നോക്കിയായിരുന്നു. അവാർഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ കുറച്ച് നോക്കിയായിരുന്നു. ലക്കിലി അതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി. അപ്പോഴും അങ്ങനെയൊക്കെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. പിന്നെ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. ഇനി എഴുതാൻ പോണ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം ആതിരയോട് ചോദിക്കാൻ. അത് നിങ്ങൾക്ക് ചോദിക്കാം. കാരണം പലതൊക്കെ ഇതിൽ കൂടെ തന്നെ പറഞ്ഞിരുന്നു. അതായത് കോർ സബ്ജക്റ്റ് പഠിക്കാൻ റിസർച്ച് ഓഫീസറിന് കൂടുതൽ സമയം കണ്ടെത്താത്തത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും, പിന്നെ നമ്മളതല്ലാത്ത പല കാര്യങ്ങൾ, അതായത് ഇപ്പൊ GK പോലുള്ളത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ മെയിൻ സബ്ജക്റ്റുകൾ പഠിക്കാതെ വന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സബ്ജക്റ്റിന് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് മാർക്ക് വാങ്ങണം എന്നുള്ളത് നല്ലതാണ്. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റുമോ അത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മറ്റ് പേപ്പറുകൾ പഠിക്കേണ്ടത്. അത് നമുക്ക് ബോണസ് മാർക്കാണ്. നമ്മുടെ ഒരു ഏരിയയിൽ നിന്ന് ഒരു 40 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
ചിലപ്പോൾ 4 5 ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരാം. അത് എത്ര നിങ്ങൾ പഠിച്ചാലും അങ്ങനെയാണ്. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തെറ്റാതെയും അല്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കാതെയും ആണ് നോക്കേണ്ടത്. പിന്നെ അഡീഷണൽ ആയിട്ട് കൊമേഴ്സിന്റെ എക്കണോമിക്സിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബോണസ് ആണ്. ഫോർ എക്സാമ്പിൾ 40 മാർക്കിന് നിങ്ങളുടെ സബ്ജക്ട് വന്നു, അതിൽ 35 കിട്ടി, ഓക്കെ. ദെൻ അഡീഷണൽ നിങ്ങൾ പഠിക്കുന്നതിൽ ഒരു 5 കിട്ടിയാലും 2 മാർക്ക് കിട്ടിയാലും അത് ബോണസ് ആണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ 40 മാർക്ക് പഠിക്കാതെ നിങ്ങൾ മറ്റ് 60 മാർക്കിന് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് 10 മാർക്കോ 20 മാർക്കോ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ 20 മാർക്കും നിങ്ങളുടെ സബ്ജക്ട് നിങ്ങൾ നേരവണ്ണം പഠിക്കാതെ അതിലൊരു 15 10 മാർക്ക് കിട്ടും. അപ്പൊ അതാണ് പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത്. 100 മാർക്കും കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് നോക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും 27 32 അങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളൊരു 50 മാർക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വരികയും ഏകദേശം ടോപ്പ് റാങ്കിൽ വരികയും ചെയ്യും. ഞാൻ പറയുന്നത് 50 മാർക്ക് മിനിമം അല്ലെങ്കിൽ മാക്സിമം വാങ്ങണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് എത്ര വാങ്ങാൻ പറ്റുമോ അത്രയും മാർക്ക് വാങ്ങണം. പക്ഷേ നമ്മൾ 100 മാർക്കിന് വേണ്ടി, അതായത് ജിക്ക് ഉൾപ്പെടെ പഠിക്കണമെന്നുള്ള വിചാരത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ കോർ സബ്ജക്ട് നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ട് വേണം മറ്റേതിലേക്ക് പോകുന്നതിന് വേണ്ടി. അതാണ് എനിക്ക് ഇപ്പോൾ ആതിരയുടെ ആ ഒരു പഠിച്ച ആ സ്ട്രാറ്റജിയിൽ വന്നിട്ട് പോയ ചെറിയൊരു മിസ്റ്റേക്ക്. പക്ഷെ ആതിര റിസർച്ച് ഓഫീസറിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് വന്നപ്പോൾ അത് റെക്ടിഫൈ ചെയ്തു. അതുപോലുള്ള പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ജനറൽ PSCക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കും ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം 20 മാർക്ക് GK ഉണ്ട്. പിന്നെ എക്കണോമിക്സിൽ നിന്നൊക്കെ അത്യാവശ്യം കുറെയൊക്കെ GK ക്വസ്റ്റ്യൻസ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവര് GDPയും കാര്യങ്ങളും അതൊക്കെ എല്ലാം ഡിഗ്രി ലെവൽ PSC എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് അവര് പിന്നെ അവരുടെ സബ്ജക്റ്റും കൂടെ കുറച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ PSCക്ക് വേണ്ടി അവരുടെ സബ്ജക്റ്റ് അധികം ടച്ച് ഇല്ലാതെ നിൽക്കുന്ന കുട്ടികൾക്കും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. ഒരു കാര്യം കൂടെ, നമ്മൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഇതുവരെയും വർക്ക് ചെയ്ത് തുടങ്ങാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്താൽ മതി. ഇതുവരെ നമ്മൾ ഒന്നും തുടങ്ങിയില്ലെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ പഠിച്ച സബ്ജക്റ്റ് ഏതാണോ അത് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കുടിതട്ടി എടുക്കാവുന്നതാണ്. ബാക്കി സബ്ജക്റ്റുകളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിട്ടും ഒക്കെ നമുക്ക് നോക്കാം. കാരണം പലപ്പോഴും ഇത്തരം ട്രേഡ് എക്സാമുകളുടെ കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ പ്രാവശ്യം കുറഞ്ഞു വരുന്നുള്ളതല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യുക, നമ്മൾ കോൺഫിഡൻസോട് കൂടി എഴുതുക. നമ്മൾ അധികം നെഗറ്റീവ് ഒന്നും വരാതെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ മാത്രം എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു സ്കോറിൽ നടത്തി എത്താൻ പറ്റും. കഴിയുന്നതും നെഗറ്റീവ് ഒന്നും വരാതെ. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഇനിയുള്ള സമയം അത് മാക്സിമം നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ചെറിയൊരു ഇതും കൂടെ പറയാം. ഇപ്പം എൻ്റെ സ്ട്രീം എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് PG സ്റ്റാറ്റ് ആണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രിക്ക് മാത്സും അത് കഴിഞ്ഞതിന് ശേഷം PGക്ക് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് പഠിച്ചേക്കുന്നത്. അപ്പം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം, മറ്റ് സബ്ജക്റ്റുകളായിരിക്കാം നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക. എനിക്ക് അതിനകത്ത് ചോദിച്ചതിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്റ്റേക്ക് വന്നിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും ശരിയായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്റ്റുകൾ അതിനകത്ത് വളരെ മാത്തമാറ്റിക്സിൽ നിന്നും കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുറച്ചൊക്കെ എനിക്ക് ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാത്ത സബ്ജക്റ്റുകളിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. കമ്പാരിറ്റീവ്ലി ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അതെനിക്ക് എല്ലാം മിസ്റ്റേക്ക് വരികയാണ് ചെയ്തത്. പ്രത്യേകിച്ച് എനിക്ക് എക്കണോമിക്സ് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു തോന്നിയിട്ട്, കാരണം ഇത്രയും കുറവായിരിക്കില്ലല്ലോ കട്ട് ഓഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ ഇത് വന്ന സമയത്ത് ഞാൻ അധികം നെഗറ്റീവ് വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനകത്തൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റാങ്ക് പൊസിഷനിലേക്ക് എനിക്ക് വരാൻ പറ്റി. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം വന്നപ്പോഴത്തേക്ക്
ഞാൻ അങ്ങനെയല്ല അതിനെ അപ്രോച്ച് ചെയ്തത്. അതായത് ഈ ഏകദേശം അറിയാവുന്നത് എല്ലാം ചുമ്മാ അങ്ങ് അറ്റൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്തായിരുന്നു, നെഗറ്റീവായിട്ടാണ് വന്നത്. അത് കാരണം ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ അതനുസരിച്ച് കുറവാണ് സംഭവിച്ചത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ ട്രേഡ് എക്സാമിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അധികം നെഗറ്റീവ് വരാതെ നമ്മൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്ജക്ട്, ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും പറയുന്നു, നമ്മുടെ ഇതിനകത്തുള്ളതിൽ സ്വന്തം സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യുക. കാരണം നിങ്ങളുടെ സ്വന്തം സബ്ജക്റ്റിനകത്തു നിന്നുള്ള എല്ലാ ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്വന്തം സബ്ജക്റ്റിൽ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എനിക്കിപ്പോ കുറച്ചെല്ലാം ടെക്സ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ എടുക്കാം, അതല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒന്നും കൂടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സ്വന്തം സബ്ജക്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ ഉറപ്പായിട്ടും ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യുക. കാരണം മാത്തമെറ്റിക്സ് ആണ് പഠിച്ചേക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റുകാർക്ക് പൊതുവെ മാത്സും എന്തായിരിക്കും വലിയ കുഴപ്പമില്ലായിരിക്കും. രണ്ട് സബ്ജക്ട് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി എക്കണോമിക്സുകാരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്സുകാർ കുറച്ച് സ്റ്റാറ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എക്കണോമിക്സ് അവരുടെ സ്ട്രോങ് ആണ്. മറ്റ് സബ്ജക്റ്റുകാർക്കെല്ലാം ബുദ്ധിമുട്ട് വരുന്ന സബ്ജക്റ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സുകാർ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിയാം, അവരെ സംബന്ധിച്ച് മാത്സ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കൊമേഴ്സും അവർക്ക് ഏറെക്കുറെ അറിയാം, അല്ലെങ്കിൽ അവർക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അവരെ കാര്യം ഓക്കെയാണ്. അവർ മാത്സിന് കുറച്ച് സമയം കൊടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ കുറച്ച് മാത്രം സെലക്റ്റീവ് ചെയ്ത് പഠിക്കുക എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. കൊമേഴ്സുകാർക്കും ഇതേ കാര്യം തന്നെയാണ്. എക്കണോമിക്സും കൊമേഴ്സുകാർക്കും മാത്സുകാർക്കും സ്റ്റാറ്റുകാർക്കും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് സ്റ്റാറ്റ് പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സുകാർ പഠിച്ചതിനേക്കാൾ കൂടുതൽ മാത്സ് കൊമേഴ്സുകാർ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്തരത്തിൽ ചില ഹൈലൈറ്റുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അത് നമ്മുടെ പോരായ്മ, അതായത് നമുക്കൊരു ഹൈലൈറ്റ് ഉണ്ടാവും, പോരായ്മ ഉണ്ടാവും. നമ്മുടെ PSC എക്സാമിനെ സംബന്ധിച്ച് നമ്മുടെ പോരായ്മ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മൾ മാക്സിമം ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ലുള്ള ആൾക്കാർ അത്തരം ഏരിയകൾ മാക്സിമം എടുക്കുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ക്രാഷിൽ യൂസ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോ പ്രോബ്ലം നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് വിചാരിക്കുക. നമ്മൾ ഈ ക്രാഷിനകത്തേക്ക് വരുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് അത്തരത്തിൽ പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും, വളരെ ഇതായിട്ട് പോയത്. ഇനി നിങ്ങൾക്ക് പലപ്പോഴും കാണാറുള്ളതാണ് ഈ ചിലപ്പോൾ മാത്തമെറ്റിക്സുകാരും സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കും ഒക്കെ ഒരു കോൺഫിഡൻസ് കുറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ തലയും വാലും ഇല്ലാതെ കാണാതെ പഠിക്കുക എന്നുള്ളൊരിതുണ്ട്. അതായത് ജനറൽ PSCയിൽ പറയുന്നത് പോലെ, അതായത് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല, പക്ഷെ എന്താണ്, എനിക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അതെങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തത് പഠിക്കേണ്ട, അല്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാണാതെ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, അല്ലാത്തത് വിടുക. ഇനി ഇൻ കേസ് ഞാൻ ഭയങ്കര കാണാപ്പാടമാണ്, എനിക്ക് സബ്ജക്റ്റ് ഒന്നും മനസ്സിലാക്കി പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. PSC എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MCQ ലെവൽ എക്സാം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബുദ്ധി അളക്കാനുള്ള ഒരു എക്സാം ഒന്നുമല്ല. നമുക്കൊരു വളരെ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം മാർക്ക് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊക്കെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കുക. ഇപ്പം ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് N നാച്ചുറൽ നമ്പേഴ്സിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മനസ്സിലാക്കി ചെയ്ത് പഠിച്ച് ആൻസർ എഴുതാം. അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾക്ക് ഒരു തലയും വാലില്ലാതെ വെറുതെ കാണാതെ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാൻ പോകുന്ന സെയിം മാർക്ക് തന്നെയാണ് അതിന് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ പകച്ചു നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക. ഇപ്പം നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പം 1 ലക്ഷവും 2 ലക്ഷവും പേര് വർക്ക് ചെയ്യുന്ന ഒരു എക്സാമിന് ആകെ എടുക്കുന്നത് ചിലപ്പോൾ എന്താണ്, ആദ്യത്തെ ഒരു 300 റാങ്കിൽ വരുന്നത് 400 റാങ്കിൽ വരുന്നവരായിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മൾ അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4000-5000 പേര് വർക്ക് ചെയ്യുന്ന എക്സാമിനകത്തിന് നമ്മളൊരു ആദ്യത്തെ 40ലോ ആദ്യത്തെ 50ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ 20ലോ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ജില്ലയിൽ 6000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ 6000 പേരിൽ എത്ര പേര് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കുന്നുണ്ട്? ഇതിൽ ചിലപ്പോൾ ഒരു 1000 പേര് കൊടുക്കത്തില്ല, ഒരു 4000 പേര് കൺഫർമേഷൻ കൊടുക്കും. ഈ 4000-ൽ ഇത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ടാവും? ഈ 4000-നകത്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരു 500 പേരെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ വരത്തുള്ളൂ. ഞാനൊരു മാക്സിമം നമ്പറാണ് പറഞ്ഞത്. ഒരു 500 പേരായിരിക്കും അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള. അപ്പൊ നിങ്ങൾ സ്വയം ആലോചിക്കുക, ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് ഇപ്പൊ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പഠിച്ച സമയത്ത് മോശമായിട്ട് പഠിച്ചു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമ്മളെല്ലാം എന്താണ്, നന്നായിട്ട് പഠിച്ച ആളും നന്നായിട്ട് പഠിക്കാത്ത ആളും എല്ലാം ഇപ്പം എന്ത് ചെയ്യാണ്,
ഒരൊറ്റ കാര്യത്തിന് മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇതാണ് എന്റെ സമയം. ഓക്കെ, എല്ലാവരും അത് ചിന്തിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇനിയുള്ള സമയം മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇനി വർക്ക് ചെയ്താൽ മതി. അതായത് ഇനി നിങ്ങളൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25, 20, 22, 23 ദിവസമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ നമ്മൾ അതിനകത്ത് വേറെ ഒരു ചിന്തയിലോട്ട് ഒന്നും നമ്മൾ പോകണ്ട. നമ്മൾ വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടാകും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, നിങ്ങളത് ഡൗട്ട് ചോദിക്കുന്നു, അത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെയാണ് മതി ചെയ്യുന്നത്, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ പറഞ്ഞു തരും. അതുപോലെ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ചില ടെക്നിക്കുകൾ, കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ സ്പീഡും കാര്യങ്ങളും ഒക്കെ കൂടും. വേറെ ഒരു ഇതും കൂടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മൾ കുറച്ച് എക്സാംസ് നടത്തുന്നുണ്ട്. ആ എക്സാംസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസോ അല്ലാതെയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതും നമ്മൾ നിങ്ങളുടെ PSC പരീക്ഷ എപ്പോഴാണെന്ന് നോക്കിയിട്ട് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഉച്ചയ്ക്കാണ് ഇൻ കേസ് എക്സാം എന്ന് വിചാരിച്ചോ, പലരും പറയാറുണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ഉറക്കത്തിന്റെ ഇതാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചൊരു ഉറക്കത്തിന്റെ ഇതാണ്, ആ ഒരു രീതിയാണ്. അപ്പൊ നിങ്ങൾ നോർമലി ഇപ്പം ആ ഒരു 9-ാം തീയതിക്ക് മുമ്പേ ഒരു 7-ാം തീയതിയോ ഒരു 6-ാം തീയതിയോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമ്മൾ മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ മെനക്കെടുക എന്നുള്ളത് വലിയ ഫാക്ടറാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് നോർമലി 9-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ എപ്പോഴും IMS എപ്പോഴും ഈ ഇത്തരം മോക്ക് ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമ്മൾ ഒരു സബ്ജക്ട് വെച്ചല്ല ഇടുന്നത്. ഇന്ന് മാത്തമാറ്റിക്സിന്റെ മോക്ക് ടെസ്റ്റ്, ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മോക്ക് ടെസ്റ്റ്, അങ്ങനെയല്ല. നമ്മൾ മിക്സഡ് ആയിട്ടേ നടത്തത്തുള്ളൂ. കാരണം നമ്മുടെ PSC ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മിക്സഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. കാരണം ഇപ്പം പലപ്പോഴും കാണാറുണ്ട്, ഇപ്പൊ നമ്മൾ ഒരു സാധനം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ലീനിയർ ഓൾജിബ്ര പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീനിയർ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചിട്ട് പിന്നീട് ലീനിയർ ഓൾജിബ്ര ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എന്താണ് വേണ്ടത്, അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പം നേരത്തെ വന്നിട്ടുള്ള ഇപ്പൊ ആതിര ചേച്ചിയൊക്കെ ആണെങ്കിൽ പോലും കൊല്ലം ജില്ലയിൽ ഇത്രയും ടോപ്പ് റാങ്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാരത്തിന് അത്രയും ഹാർഡ് വർക്കാണ്. അതായത് നമ്മുടെ ഏറ്റവും, അതായത് ക്ലാസ്സുകളൊക്കെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ജില്ലയിൽ ഇപ്പം നമുക്ക് ഇതിന്റെ പല പല ജില്ലയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാരുണ്ട്. നിങ്ങളിപ്പം നേരത്തെയൊക്കെ നടന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അവരുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏറ്റവും മാക്സിമം വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ അത്തരത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതൊരു ഉറപ്പായിട്ടും നിങ്ങൾക്കിത് നന്നായിട്ട്, അതായത് ഇനിയും മെനക്കെട്ടിരിക്കാം എന്ന് ഇതുള്ള ആൾക്കാർ മാത്രം ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു വെറുതെ എന്താണ് ഇപ്പം വെറുതെ ഒരു ഗൈഡിനകത്ത് കുറെ ക്വസ്റ്റ്യനും ആൻസറും അതിലുകൊണ്ട് കാര്യമില്ല. കാരണം അതല്ല, അതെന്ന് പറയുന്ന ഒരു രീതിയല്ല. ചിലപ്പം നമ്മൾ ചിലപ്പോൾ ഈ 2000-ഓളം ക്വസ്റ്റ്യൻസ് വെറുതെ കാണാതെ പഠിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. വെറുതെ കാണാതെ പഠിക്കുകയാണ്, പ്രത്യേകിച്ച് തലയും പാലും ഇല്ലാതെ കാണാതെ പഠിക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക, ഒരു ദിവസം ഞാൻ തീരുമാനിക്കുകയാണ് 50 ക്വസ്റ്റ്യൻ ഞാൻ എന്താണ് ഒരു ദിവസം പഠിക്കുകയാണ്, അല്ലെങ്കിൽ 50 അല്ല ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കണമെന്ന് വിചാരിക്കുക. എനിക്ക് എന്ത് ചെയ്യാം, ഒരു 20 ദിവസം കൊണ്ട് എനിക്ക് ഈ എല്ലാ ക്വസ്റ്റ്യനും കാണാതെ പഠിച്ചു വെക്കാം. പക്ഷെ അത് നമുക്ക് വേണമെങ്കിൽ യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. കാരണം കറക്റ്റ് ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതനുസരിച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നമ്മുടെ ഒരു PSC എന്ന് പറയുന്നത് നമ്മളൊരു ഭാഗ്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഹാർഡ് വർക്കാണ്. അത്രയും ക്വസ്റ്റ്യൻ വെറുതെ ഇരുന്ന് കാണാതെ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് പിന്നിൽ ഒരു വലിയ ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് മനസ്സിലാക്കിയും കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ 2000 ക്വസ്റ്റ്യൻ വെറുതെ കാണാതെ പഠിച്ചെഴുതുന്ന ഒരാൾക്ക് ഒരു 30 മാർക്ക് 35 മാർക്കാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അതിനകത്ത് ആ തിയറിയും കാര്യങ്ങളും എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് എന്തായിരിക്കും ആ 35 സ്ഥാനത്ത് 50 മാർക്കായിരിക്കും കിട്ടുന്നത്. അതുപോലെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുകയും അതിലെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ചോദിച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരാൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 60 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 80 മാർക്കിനാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇനി ക്ലാസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതല്ല ഇന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച നമ്മളെ
ആതിരയ്ക്കും ഞാനൊരു നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും അടുത്ത് തന്നെ നിൽക്കുന്ന ഒരാളാണ് ആതിര എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് പല ഇതിനകത്ത് എത്തിച്ചേക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വീണ്ടും ഒരു നന്ദി പറയുന്നു.